ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ മൃഗസംരക്ഷണത്തിനായി ജീവൻ രക്ഷാ മരുന്നുകൾ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നേമം ബ്ലോക്ക് പ്രസിഡന്റ് പ്രീജ നിർവഹിച്ചു. നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 24-25 വാർഷിക പദ്ധതിയിൽ 144-2025 വകയിരുത്തിയ ഒരു പദ്ധതിയാണ് മൃഗങ്ങൾക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ. ആമുഖമായി ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കട്ടെ. പൊതുവായി ഞങ്ങൾക്ക് മൃഗസംരക്ഷണത്തിൽ ഇടപെടുവാൻ കഴിയുന്ന സ്പേസ് എന്ന് പറയുന്നത് ക്ഷീരമേഖലയിൽ പാലിന് സബ്സിഡി തരാനും അതോടൊപ്പം തന്നെ കാലിത്തീറ്റയ്ക്ക് സബ്സിഡി തരാനും മാത്രമാണ് ഞങ്ങൾക്ക് മാർഗരേഖയിൽ നിർദ്ദേശമുള്ളത്. നേരത്തെയൊക്കെ പശുവിന് വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാൻ കഴിയുമായിരുന്നു. 2-3 വർഷങ്ങൾ കൊണ്ട് അത്തരം പദ്ധതികൾ ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ 2024-25 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണ സമിതിയും വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളും കൂടിയപ്പോൾ അതിനകത്ത് പ്രത്യേകമായ ഒരു നിർദ്ദേശവുമായി വന്നതാണ്. നിരവധി നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രസക്തിയുള്ള ഏറ്റവും ആവശ്യകമായ ഒരു നിർദ്ദേശമായിരുന്നു മൃഗങ്ങൾക്ക് ഉള്ള പശുവിനുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ പഞ്ചായത്തുകളെ കൊണ്ട് മാത്രം സാധിക്കുകയില്ല, അത് ബ്ലോക്ക് പഞ്ചായത്ത് കൂടെ ആ പദ്ധതി ഏറ്റെടുത്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആ പദ്ധതി ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാക്കുകയും ക്ഷീര കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവ്. പ്രധാനമായും മരുന്നുകളുടെ വിലവർധനയാണ് ഇതിന് കാരണം. ഇപ്പോൾ കന്നുകാലികളിൽ കൂടുതലായി കണ്ടുവരുന്ന രക്തപരാധ രോഗങ്ങൾ, അകിടുവീക്കം, കരൾ സംബന്ധമായ രോഗങ്ങൾ, കുളമ്പ് രോഗം, ചർമ്മമുഴ രോഗം തുടങ്ങിയവയുടെ ചികിത്സയ്ക്കായി വളരെ വില കൂടിയ മരുന്നുകൾ ആവശ്യമായി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ജീവൻ രക്ഷാ മരുന്നുകൾ എന്ന പദ്ധതി ആസൂത്രണം ചെയ്തത്. നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന 7 ഗ്രാമപഞ്ചായത്തുകളുടെ മൃഗാശുപത്രികൾക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ 5 ലക്ഷം രൂപ പദ്ധതി അണകൾ വച്ച് വാങ്ങി നൽകുന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇതിനു പുറമെ കാട്ടാക്കട താലൂക്കിനായി സ്കാനിംഗ്, എക്സ്റേ പോലുള്ള അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും രോഗനിർണയ ലബോറട്ടറി, വെറ്റിനറി പോളിക്ലിനിക്, വിളക്കണയാത്ത മൃഗാശുപത്രി എന്ന രീതിയിൽ 24 മണിക്കൂറും ഡോക്ടർ സേവനമുള്ള മൃഗാശുപത്രിയാക്കി മാറ്റുന്നതിനുള്ള സൗകര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. മലയങ്കീഴ് മൃഗാശുപത്രിയിൽ വകുപ്പിന്റെ 2015 പദ്ധതികൾ ഉൾപ്പെടുത്തി മൊബൈൽ സർജറി യൂണിറ്റിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നേതാക്കളായ വിളപ്പിൽ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. പദ്ധതി വിശദീകരിച്ചുകൊണ്ട് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ സംസാരിച്ചു. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ കൃഷ്ണദാസ്, സെക്രട്ടറി അജയ് ഘോഷ്, ജീവനക്കാർ, ക്ഷീരകർഷകർ തുടങ്ങിയ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ക്ഷീരകർഷകർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് നേമം ബ്ലോക്ക് പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്തത്. 5 ലക്ഷം രൂപ തുക ഉൾക്കൊള്ളിച്ച് 5 ലക്ഷം രൂപ തുക ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ബ്ലോക്ക് ഏരിയയിലുള്ള 7 മൃഗാശുപത്രികൾ വഴി ക്ഷീരകർഷകർക്ക് അവരുടെ കന്നുകാലികൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ജീവൻ രക്ഷാ മരുന്നുകൾ നൽകുകയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് ഈ മേഖലയിൽ തുടരുന്ന കർഷകരെ പിടിച്ചു നിർത്താൻ ഈ പദ്ധതി ഏറെ സഹായകരമാണ്. പണ്ടുള്ളതിനേക്കാൾ ഏറെ രോഗങ്ങൾ, അതോടൊപ്പം തന്നെ പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തീറ്റ വിലയിലുള്ള വർധനവ്, ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഇപ്പോഴും തുടരുന്ന കർഷകർക്ക് ഈ പദ്ധതി ഏറെ ആശ്വാസകരമായിരിക്കും. മൃഗസംരക്ഷണ വകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരും എല്ലാം ഈ പദ്ധതിയിൽ ഭാഗമാകും. ഏറെ ക്ഷീരകർഷകരുള്ളൊരു മേഖലയാണ് നേമം ബ്ലോക്ക് പഞ്ചായത്ത് മേഖല. 29ഓളം ക്ഷീരസംഘങ്ങളും ഏകദേശം 20,000 ലിറ്റർ കൂടുതൽ പ്രതിദിന പാലുൽപാദനവും ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള കർഷകരുടെ ഒരു ആവശ്യമാണ് ഈ മേഖലയിൽ ഉണ്ടാകേണ്ട ഒരു വെറ്റിനറി പോളിക്ലിനിക്. ആ ഒരു ആശയവും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. മൃഗസംരക്ഷണ വകുപ്പും ഉദ്യോഗസ്ഥരും ഒപ്പം ജനപ്രതിനിധികളും ഒന്നിച്ച് ശ്രമിച്ചാൽ നമുക്ക് ഈ ഒരു നേട്ടം കൂടി കൈവരിക്കാൻ കഴിയും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അത്തരത്തിലൊരു നേട്ടം കൈവരിക്കുന്നത് വഴി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഈ മേഖലയിൽ ലഭ്യമാകുന്നു.
കൂടാതെ നമ്മുടെ മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോൾ സെൻറ്റർ 1962 24 മണിക്കൂറും സേവന സന്നദ്ധരായ ഉദ്യോഗസ്ഥരെ ഈ നമ്പറിലൂടെ 1962 എന്ന കോൾ സെൻറ്ററിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതും മൃഗങ്ങൾക്ക് ആവശ്യമായ ചികിത്സ ഏത് സമയം ലഭ്യമാകാനുള്ള സാഹചര്യവും ഇന്ന് നിലവിലുണ്ട്. എല്ലാ ബ്ലോക്കുകളിലും ഇപ്പോൾ രാത്രികാല ചികിത്സയും ലഭ്യമാണ്. രാത്രികാല ചികിത്സയ്ക്കായും ഈ 1962മായി ബന്ധപ്പെടാം.